അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നമ്മൾ മുഹറം മാസത്തിലാണുള്ളത്. ഇതൊരു പുതിയൊരു തുടക്കമാണ്. ഇന്ന് ശരിക്കും ഹിജറ വർഷത്തിലെ ആദ്യത്തെ മാസമാണ് സത്യത്തിൽ മുഹറം എന്നുള്ളത്. ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഒരു പുതിയ വർഷം വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താറുണ്ടല്ലോ. ഇപ്പോ ഇംഗ്ലീഷ് മാസമാണ് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം എൻജോയ്മെന്റോട് കൂടെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. സത്യത്തിൽ അതിനെയാണ് ഇസ്ലാം ഹിജറ എന്നുള്ള നാമധേയത്തിൽ അറിയപ്പെടുത്തുന്നത്. ഹിജറ എന്നാൽ വെറും ഒരു സ്ഥലമാറ്റം, ഒരു പലായനം മാത്രമല്ല, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു മാറ്റം കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ ഒരു പലായന ഓർമ്മയായിട്ടാണ് ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഹിജറ വർഷം പ്രഖ്യാപിക്കപ്പെട്ടത്. അഥവാ യഥാർത്ഥത്തിൽ ഹിജറ നടന്ന 17 വർഷങ്ങൾക്ക് ശേഷം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം മാസത്തിന്റെ പ്രത്യേകതയും അറബി മാസത്തിന്റെ പ്രത്യേകതയും എടുത്തു പറയുന്നുണ്ട്. സൂറത്ത് തൗബയിൽ 36-ാമത്തെ വചനം, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി അശറ ശഹ്റൻ ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം അത് 12ആണ്. അവയിൽ 4 വിശുദ്ധ മാസമാണ്. ഈ വിശുദ്ധ മാസത്തിൽ ഒന്നാണ് മുഹറം എന്നുള്ളത്. നമ്മളൊരു പുതിയ ഒരു നോട്ട് ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതില് ഇപ്പൊ തുടക്കത്തിൽ സ്കൂളൊക്കെ തുറന്ന ഒരു സമയമായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. എത്രത്തോളം അതിനെ കെയർ ചെയ്യും. അതിൽ പഴയ പേജുകളിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയ ബുക്കും പുതിയ പേജും ഒക്കെ ആയിട്ട് നമ്മൾ സൂക്ഷിക്കും. തെറ്റുകൾ തിരുത്തി ആ പുതിയ പേജ് മനോഹരമായി എഴുതാൻ നമ്മൾ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് മുഹറം. കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്ന് എന്തൊക്കെ വന്നു പോയിട്ടുണ്ടോ, എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, അതെല്ലാം തിരുത്തി നല്ലൊരു കുട്ടിയായി ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു തുടക്കമാണ് സത്യത്തിൽ മുഹറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഹറം മാസം ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ നിർണായകമായിട്ടുള്ള സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ്. കർബല ദുരന്തം മാത്രമല്ല, ഒട്ടേറെ പ്രവാചകന്മാരുടെ വിജയഗാഥകളും ഈ മാസത്തിലുണ്ട്. മുഹറം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് ഹദ്റത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം. ഈ മാസത്തിൽ ആശുറ അഥവാ 10-ാം തീയതി, ഈ ദിവസത്തിലാണ് പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അനുയായികളും ഫിർഔനിന്റെ ക്രൂരമായ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അവസരത്തിനായി അള്ളാഹുവിന്റെ മുന്നിൽ കേണപേക്ഷിച്ചത്. മുന്നിൽ കടല്, പിന്നിൽ ശത്രുവായിട്ടുള്ള ഫിർഔൻ. അള്ളാഹു കടലിനെ പിളർത്തി കൊടുത്തു, അവർക്ക് വഴി നൽകുകയും അതിക്രമകാരിയായിട്ടുള്ള ഫിർഔനെ ആ വെള്ളത്തിൽ മുക്കിയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. അന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു ഓർമ്മ ദിവസത്തെ അള്ളാഹുവിന് നന്ദി സൂചകമായിട്ട് നോമ്പെടുക്കുകയുണ്ടായി. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിയാമു യൗമു ആശുറ അഹ്സബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി
ഖബ്ലഹു. ആശുറ ദിവസത്തെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും പരിഹരിക്കുമെന്ന് ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ശ്രോതാക്കളായിട്ട് രക്ഷിതാക്കളുണ്ട്. സത്യത്തിൽ ഈ മാസം എന്ന് പറയുന്ന നന്മ ചെയ്യാനുള്ള മാസമാണ്. ഈ മാസം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മാസമാണ്, മറ്റുള്ളവരോട് സേവനം ചെയ്യാനുള്ള മാസമാണ്. ഒരു ചെറിയ പുഞ്ചിരി പോലും വലിയൊരു സ്വതക്കയാണ് പ്രിയപ്പെട്ടവരെ. ക്ഷമശീലിക്കാനുള്ള മാസാണ്. മൂസാ നബി അലൈഹി വസ്സലാം പ്രതിസന്ധികളിൽ നിന്ന് ക്ഷമ പാലിച്ചതുപോലെ നമ്മളും പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമയോടെ നേരിടണം. ഏത് സാഹചര്യത്തിലും സത്യം മാത്രം പറയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നൂഹ് നബി അലൈഹി വസ്സലാമിന്റെ കപ്പലിലുണ്ടായ സംഭവം നിങ്ങൾക്കറിയില്ലേ? അത് ഈ മുഹറം മാസത്തിലാണ്. നൂഹ് നബി അലൈഹി വസ്സലാമിന്റെ കപ്പൽ ഉലകണ സമയത്ത്, മൊത്തം വെള്ളപ്പൊക്കം വന്ന സമയത്ത് നൂഹ് നബി അലൈഹി വസ്സലാം തന്റെ പരിവാരങ്ങളെ മുഴുവൻ ഒരു കപ്പലിലാക്കി. ആ കപ്പൽ ജൂതി പർവ്വതത്തിന് സുരക്ഷിതമായി നങ്കൂരമിട്ടത് മുഹറം 11-നാണ്. ഇത് ചരിത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രളയത്തിന് ശേഷം ഭൂമിയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട ദിവസമാണ് മുഹറം 11. അത് ഈ മാസത്തിലാണ്. നമ്മുടെ പ്രവാചകന്മാരായിട്ടുള്ള ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യൂസഫ് അലൈഹിസ്സലാം, അയ്യൂബ് അലൈഹിസ്സലാം, യൂനുസ് അലൈഹിസ്സലാം തുടങ്ങി നിരവധി അനവധി പ്രവാചകന്മാർക്ക് വലിയ പ്രതിസന്ധികളിൽ നിന്ന് മോചനം, വിജയം ലഭിച്ചത് ഈ ദിവസങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാവരും ദുഃഖത്തോടെ ഓർക്കുന്ന കർബല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗത്രൻ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന്റെയും രക്തസാക്ഷിത്വം സംഭവിച്ചത് ഈ മുഹറം മാസത്തിലാണ്. അത് നീതിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടായത്. സത്യത്തിൽ ആ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ്, നിലകൊണ്ടതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സത്യത്തിൽ കർബല എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ധാരാളം ഗുണപാഠങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതുണ്ട്. സത്യത്തിൽ ലൈഫ് ലെസണുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. വെറും കഥകളായിട്ട് കേട്ട് പോവാതെ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തേണ്ട ഇംപ്ലിമെന്റേഷൻ ലൈഫ് കാര്യങ്ങളുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക്, ഒരു രക്ഷിതാവിന്, ഒരു പഠിതാവിന് ധാരാളം പാഠങ്ങളുണ്ട്. അനീതിക്കെതിരെയുള്ള ഒരു പ്രതികരണമാണ് സത്യത്തിൽ കർബല നമ്മളെ പഠിപ്പിക്കുന്നത്. സ്റ്റാൻഡ് ഓഫ് ജസ്റ്റിസ്. അധികാരം കയ്യിലുള്ളവരായാലും അന്യായമായ കാര്യങ്ങൾ കണ്ടാൽ മിണ്ടാതിരിക്കരുത് എന്നാണ് ആ കർബല സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ജീവിതത്തിന്റെ അന്തസ്സാണ്. അള്ളാഹുവിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മുഹറം മാസം. ഹദറത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നടുക്കടലിന്റെ മുന്നിൽ ആര് രക്ഷിക്കും? പിന്നിൽ ഫിർഔൻ, മുന്നിൽ കടൽ. എന്തു ചെയ്യും? അള്ളാഹുവിൽ സമർപ്പണം നടത്തി. മറിച്ച് അള്ളാഹുവിന്റെ പൂർണ്ണമായ കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിക്കുമായിരുന്നു. പ്രയാസഘട്ടങ്ങളിൽ നമുക്ക് പരിഭ്രാന്തരാവാതെ, വിഷമിക്കാതെ അള്ളാഹുവിൽ സറണ്ടർ ആകാൻ കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഭാഗ്യവാന്മാർ വേറെ ആരുമില്ല. പിന്നെന്താണ് പഠിപ്പിക്കുന്നത് മുഹറം മാസം? നമുക്ക് ക്ഷമ പഠിപ്പിക്കുന്നുണ്ട്, പേഷ്യൻസ് പഠിപ്പിക്കുന്നുണ്ട്, സഹനം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ സഹനവും പ്രതിസന്ധികളെ നേരിടുന്ന സമയത്ത് അവർ കാണിച്ച ക്ഷമയുമാണ് അവർക്ക് വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. ചെറിയ തോൽവികളിൽ തളരാതെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ഇത് നമ്മളെയും പ്രചോദിപ്പിക്കും. പിന്നെന്താണ് മുഹറം മാസം നമുക്ക്? ഇന്റഗ്രിറ്റി അഥവാ സത്യസന്ധത. കർബലയിൽ അവിചാരിതമായിട്ട് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തിലേക്ക് ഹൂർ എന്ന് പറയുന്ന ഒരാൾക്ക് വരാനുള്ള ഒരു അവസരം ലഭിച്ചു. അദ്ദേഹം തെറ്റ് മനസ്സിലാക്കി ഉടനെ അത് തിരുത്തി സത്യത്തിന്റെ പാതയിലേക്ക് മടങ്ങാൻ തയ്യാറായി. ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും തെറ്റ് തിരുത്താനുള്ള അവസരം ഉണ്ട് എന്നതിന്റെ ഒരു പാഠാണത്. പിന്നെന്താണ്?
സാക്രിഫൈസ് മുഹറം മാസത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. സ്വന്തം സുഖ സൗകര്യങ്ങളിലേക്കാൾ വലുതാണ് തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകൾ അഥവാ ദീനിന്റെ ഇസ്ലാമിന്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, മുഹറം മാസം നമ്മെ പഠിപ്പിക്കുന്നത് ത്യാഗത്തിന്റെയും സത്യത്തിന്റെയും പാതയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയുടെ രക്ഷപ്പെടൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്തു വന്നാലും സത്യം വിജയിക്കുമെന്നാണ്. കർബല നമ്മെ പഠിപ്പിക്കുന്നത് ജീവൻ പോയാലും സത്യം പറയാൻ മടിക്കരുത് എന്നാണ്. ഈ വർഷം മുതൽ നമുക്ക് പ്രതിജ്ഞയെടുക്കണം. തെറ്റിനെ കണ്ടാൽ അരുതി എന്ന് പറയാനും പ്രയാസങ്ങൾ തളരാതെ പൊരുതാനും എപ്പോഴും നന്മയുടെ പക്ഷത്ത് നിൽക്കാനും സാധിക്കട്ടെ എന്നാണ് ഈ ഒരു ഹിജറ മെസ്സേജ് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറാനും ഈ ഒരു വർഷം കഴിയട്ടെ എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.